ഡെയിലി മന്നയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മനുഷ്യരുടെ മുമ്പിൽ വയ്ക്കുന്ന എല്ലാ അപേക്ഷകൾക്കും ഉത്തരം ലഭിക്കണമെന്നില്ല. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ ചോദിക്കുന്ന ഏതൊരു കാര്യത്തിനും ഉത്തരം ലഭിക്കും. ചിലപ്പോൾ നാം ചോദിക്കുന്ന സമയത്ത് തന്നെ ലഭിച്ചെന്ന് വരാം. എന്നാൽ ചില കാര്യങ്ങൾ അല്പം കൂടെ കഴിഞ്ഞ് തക്ക സമയത്ത് ലഭിച്ചു എന്നിരിക്കാം. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ വിശ്വാസത്തോടുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുവെങ്കിൽ നിശ്ചയമായിട്ടും അത് ചെയ്തു തരുവാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തനാണ്. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനത്തിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യയായ എലീശബത്ത് ഒരു മകനെ പ്രസവിക്കും. അതെ, ഇത് എലീശബത്ത് ദൂതനിൽ നിന്ന് കേട്ട ദൈവത്തിൻ്റെ വാക്കുകളാണ്. സക്കറിയാവ് പുരോഹിതനാണ്. പുരോഹിതനായ സക്കറിയാവ് ഇതാ യെരുശലേം ദേവാലയത്തിൻ്റെ ഉള്ളിൽ ധൂപം കാട്ടുകയാണ്. വിശുദ്ധ സ്ഥലത്ത് ധൂപം കാട്ടുകയാണ്. ധൂപം കാട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഉയരുകയാണ്. പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉയരുന്നതിൻ്റെ പ്രതീകമായാണ് അന്ന് പുരോഹിതന്മാർ ധൂപം കാട്ടിയിരുന്നത്. മന്ദിരത്തിനകത്ത് സക്കറിയാവ് ധൂപം കാട്ടുന്ന സമയത്ത് ആ മന്ദിരത്തിന് പുറത്ത് ജനസമൂഹം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മന്ദിരത്തിനകത്ത് പ്രാർത്ഥന ഉയരുകയാണ്, ആ മന്ദിരത്തിന് പുറത്തും പ്രാർത്ഥന ഉയരുകയാണ്. സക്കറിയാവോ ദീർഘനാളുകളായി താനൊരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വർഷങ്ങൾ നീണ്ടു, വയസ്സ് ചെന്ന് വൃദ്ധരായി തൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ല എങ്കിലും താൻ പ്രാർത്ഥന നിർത്തിയില്ല, താൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ തക്ക സമയത്ത് ഇതാ വയസ്സ് ചെന്ന സക്കറിയാവിൻ്റെ ആ മുറിക്കകത്ത്, അല്ലെങ്കിൽ ആ ധൂപം കാട്ടിയിരുന്ന ദൈവാലയത്തിലെ മുറിക്കകത്ത് ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷനായിട്ട് പറയുകയാണ്, നിൻ്റെ ഭാര്യ എലീശബത്ത് ഇതാ ഒരു മകനെ പ്രസവിക്കും. അതെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പല കാര്യങ്ങൾക്കും മറുപടി ലഭിച്ചില്ലായിരിക്കാം. ഒത്തിരി വർഷങ്ങൾ ചിലപ്പോൾ പ്രാർത്ഥിച്ചു കാണും, ഒത്തിരി നാളുകൾ പ്രാർത്ഥിച്ചു കാണും. ഇത് നടക്കത്തില്ല എന്ന് പറഞ്ഞ് പലതും നിങ്ങൾ നിർത്തിവെച്ച് കാണും. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം ദൈവത്തിൻ്റെ ഹിതമാണ് എങ്കിൽ 100% ഞാൻ പറയട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി തക്ക സമയത്ത് നടക്കുക തന്നെ ചെയ്യും. അതെ, അതിന് താമസം നേരിടുന്നില്ല, അതിൻ്റെ തക്ക സമയത്ത് അത് നടക്കും. അതുകൊണ്ട് തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്, ഭാരപ്പെടരുത്. നിശ്ചയമായിട്ടും ദൈവം നിങ്ങളുടെ നന്മയെ കാണുന്നു. ദൈവം ഒരിക്കലും നിങ്ങളുടെ തിന്മ ആഗ്രഹിക്കുന്നില്ല. നന്മയായ സകലതും തക്ക സമയത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലെസ് യു.